നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴയുടെ ഒരു പ്രഭാതമാണ്. കാരണം സംസ്ഥാനത്ത് ഇന്നു മുതൽ കാലവർഷം സജീവമാകുമെന്നാണ്. കാലവർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ശക്തമായ മഴയിലാണ്. തലസ്ഥാനത്തൊക്കെ, നമ്മുടെ സ്റ്റുഡിയോ നിൽക്കുന്ന തലസ്ഥാനത്തൊക്കെ വലിയ മഴ കഴിഞ്ഞ 3-4 ദിവസമായി പെയ്യുന്നുണ്ട്. ഇവിടുത്തെ ടൗണിൽ, സിറ്റിയിൽ മിക്ക മേഖലകളിലും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഇവിടുത്തെ പല പദ്ധതികളും, തലസ്ഥാനത്തിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പല പദ്ധതികളും അത് പൂർണ്ണമായും പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വേനൽ മഴക്കാലം കൂടിയായിരുന്നു ഇത്. ഇതിനൊപ്പം കാലവർഷം കൂടി വരുമ്പോൾ ഈ തലസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. തലസ്ഥാനത്ത് മാത്രമല്ല, കൊച്ചിയിൽ, മറ്റ് ജില്ലകളിൽ, ആലപ്പുഴയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ വലിയ ശക്തമായ മഴയുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ജനമൊക്കെ വീടൊഴിഞ്ഞു പോകുന്ന പശ്ചാത്തലമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പല ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും രാവിലെയും ശക്തമായ മഴയാണ്. ഇന്നലെ രാത്രിയിലും വലിയ മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെയും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ്. വരും ദിവസങ്ങളിൽ മഴ തുടരും. ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥ പ്രവചനമുള്ളത്. കൂടുതൽ മഴ ഇത്തവണ പെയ്യും എന്ന പ്രവചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ വിശദമായി തന്നെ ഈ ബുള്ളറ്റിനിൽ ഉണ്ടാകും. നമ്മുടെ പ്രതിനിധികൾ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഈ വെള്ളക്കെട്ട് മഴയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചേരും അല്പസമയത്തിനകം. മറ്റൊന്ന്, നമ്മുടെ കൊച്ചുമിടുക്കൻ പ്രജ്ഞാനന്ദ ഇന്ന് മാഗ്നസ് കാൾസനെ പോലെ ലോകോത്തര താരത്തെ തോൽപ്പിക്കുന്നു. ആദ്യമായാണ് ഒരു ക്ലാസിക് ടൂർണമെൻറ്റിൽ പ്രജ്ഞാനന്ദ ഈ വിജയം നേടുന്നത്. ഇതോടെ നോർവേ ചെസ് ടൂർണമെൻറ്റിൽ പ്രജ്ഞാനന്ദ 1-ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ്. നമുക്കറിയാം, പ്രജ്ഞാനന്ദ ഇന്ത്യക്ക് അഭിമാനമായി വളർന്നു വരുന്ന ഒരു താരമാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഇന്നലെ ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൻ്റെ തുടർ ചലനങ്ങളൊക്കെ ഒരു പക്ഷേ ഇന്നുണ്ടായേക്കും. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അദ്ദേഹം നേരെ അവിടെ നിന്ന് മറ്റൊരു ചാർട്ടേഡ് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പറക്കും. നാളെ രാവിലെ മുതലാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ശബ്ദപ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. നാളെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചരണമാണ്. ആ ദിവസങ്ങളിൽ, അതായത് 1, 31, 1 തീയതികളിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. ഇതിനെതിരെ കോൺഗ്രസും DMKയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു എന്ന വാർത്തയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം നേരത്തെ പറഞ്ഞ പോലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. മഴ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനുള്ള താല്പര്യങ്ങളുണ്ടാകും. കാലവർഷം ഇന്നെത്തുമെന്നുള്ളത് തന്നെയാണ്. ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ്. അതായത് കാസർഗോഡും കണ്ണൂരും വയനാടും മഴയൊന്ന് ഒരു പക്ഷേ നിന്നേക്കാം എന്നുള്ളതാണ് പ്രവചനം. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ തമ്മനത്തും കാക്കനാട്ടും കളമശ്ശേരിയിലും ദുരിതം തുടരുകയാണ്. നവമി ദിനേശ് കൊച്ചിയിലുണ്ട്, ജി ശ്രീജിത്ത് കോട്ടയത്തുണ്ട്, ശശിനാരായണൻ പത്തനംതിട്ടയിലുണ്ട്. കനത്ത മഴയിൽ ആലപ്പുഴയിൽ കായംകുളത്തെ ദുരിതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 400-ലധികം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കരിപ്പുഴ തോട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ്. മലയന്നാർ കനാൽ, ഈഞ്ചക്കൽ തോട് എന്നിവ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി. കൂടാതെ കായംകുളം പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിൽ ഗുരുതര പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എരുവ, കുറ്റിത്തെരുവ്, ചേരാവള്ളി, ഈഞ്ചക്കൽ, ചുടുകാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട്. ഇതിൻ്റെ രൂക്ഷത വല്ലാതെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ജനങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോവുകയാണ്. പ്രായമായവരുണ്ട്, അസുഖബാധിതരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊക്കെ അവർ താമസിച്ചിരുന്ന വീടുകളിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വലിയ വെള്ളക്കെട്ടാണ്. കായംകുളത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ 3 ദിവസമായി നമുക്കറിയാം, മിനിഞ്ഞാന്ന് കൊച്ചിയിൽ മേഘവിസ്ഫോടനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിശക്തമായ മഴ ഇന്നലെ തുടർന്നു. മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറി എന്നുള്ളത്. നവമി, കൊച്ചിയിലെ സ്ഥിതി ഇന്നെന്താണ്? ഇന്നലെ ഈ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വീടുകളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളം കയറി, ചെളി കയറി, അവിടെ ജീവിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. രാവിലത്തെ വിവരം എന്താണ്? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ?
രഞ്ജിത്ത്, രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ആശ്വാസമില്ല. ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഉടൻ തന്നെ മഴ പെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. മറ്റൊരു കാര്യം, എറണാകുളം ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. പറവൂരും കളമശ്ശേരിയിലും തൃക്കാക്കരയിലുമായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അതിൽ ഏകദേശം 27ഓളം പേരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഇന്നലത്തെ വെള്ളക്കെട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിയ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന KSRTC സ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് അടിച്ചു കളയുന്ന കാനകളിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ കണ്ടത്. മറ്റൊരു കാര്യം, ഈ ഇടപ്പള്ളി, തൃക്കാക്കര, കളമശ്ശേരി, മൂലേപ്പാടം ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടാണ് ഇന്നലെ രാത്രി അനുഭവപ്പെടുന്നത്. ആളുകളെ ഫയർഫോഴ്സ് എത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ ഗതാഗത തടസ്സം, മണിക്കൂറുകളോളം വഴികളിൽ വാഹനങ്ങൾ ബ്ലോക്കായി കിടന്ന് ഒരു സ്തംഭനം തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനമായിരുന്നു കൊച്ചി കോർപ്പറേഷനെയും ഒപ്പം തൃക്കാക്കര, കളമശ്ശേരി നഗരസഭ അധികൃതർക്കെതിരെയും ഉന്നയിച്ചത്. ഈ മഴ വന്ന് ഉച്ചയിൽ നിൽക്കുമ്പോഴല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് കൃത്യമായി അറിയാം. മഴ വരും, കൊച്ചി വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ട്, ജനജീവിതം ദുസ്സഹമാകുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്രയേറെ വൈകുന്നത് എന്നുള്ള രൂക്ഷ വിമർശനം കോർപ്പറേഷനെതിരെ 2 നഗരസഭകൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ജനങ്ങളെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാനകളും തോടുകളും ഓടകളും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനങ്ങൾ തന്നെ കൊണ്ടിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ റെസിഡൻസ് അസോസിയേഷനുകളെ കൂടി പ്രതി ചേർത്ത് കോടതി കേസെടുക്കുമെന്ന് കൂടി ഇന്നലെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ അധികൃതർക്ക് മാത്രമല്ല ഓരോ ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ ഒരു മഴക്കെടുതി വരുമ്പോൾ നമ്മളൊക്കെ വീട് വിട്ടു പോകേണ്ട സാഹചര്യം, വെള്ളം കെട്ടുന്നു, മരണം റിപ്പോർട്ട് ചെയ്യുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, വാഹനങ്ങളൊക്കെ താറുമാറാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു മഴ പെയ്താൽ കൊച്ചിക്കാർക്ക് ദുരിതം തന്നെ ദുരിതം. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്രാവശ്യവും ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നടത്തിയെന്ന് കോർപ്പറേഷൻ ആവർത്തിച്ച് പറയുമ്പോഴും ഒരു 2 മണിക്കൂർ മഴ നീണ്ടു നിന്നാൽ ഇതെല്ലാം താറുമാറാവും. കൊച്ചി കോർപ്പറേഷന്റെ വാദം പൊള്ളയാണെന്ന് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും കളമശ്ശേരി ഭാഗങ്ങളിൽ, കളമശ്ശേരി, ഇടപ്പള്ളി, തൃക്കാക്കര ഭാഗങ്ങളിൽ, മൂലേപ്പാടത്തൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്. ആളുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ മഴ പോയാൽ പ്രളയ സമാനമായ രീതിയിലേക്ക് കൊച്ചി നഗരം വീണ്ടും എത്തുമെന്നുള്ളതിൽ നിസ്സംശയം പറയാൻ സാധിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യം നവമി സൂചിപ്പിച്ചല്ലോ. നവമി, നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാന പ്രശ്നം, മഴ മാറിയാലും ഈ ശുചീകരണം നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയല്ലേ കോർപ്പറേഷനും മറ്റും. വീടുകൾക്കുള്ളിൽ പോലും ചെളിയടിഞ്ഞ പശ്ചാത്തലമുണ്ട്, ഒപ്പം മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് തന്നെ നമുക്കറിയാം കൊച്ചിയിലെ വേസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തതാണ്. അത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതിനുള്ള എന്ത് പ്രതിവിധിയാണ്? യുദ്ധകാല അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ടോ? കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോഴും മേയർ വ്യക്തമാക്കുന്നത് വൃത്തിയായിട്ടുള്ള പരിപാടികളല്ല, ക്ലീനിംഗ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായി മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നു, മേഘവിസ്ഫോടനം വന്നു, ഇതുകൊണ്ടാണ് വെള്ളക്കെട്ട് ഉയരാൻ കാരണമെന്നുള്ളൊരു വാദമാണ് ഇപ്പോഴും മേയർ പറയുന്നത്. ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല, പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളാണ്. മേഘവിസ്ഫോടനം ഒക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കാൻ. പക്ഷേ ഇത് കരുതേണ്ടത് ആവശ്യമാണ്. ഒരു അധികൃതർ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏത് നഗരസഭകളാകട്ടെ ഇതൊക്കെ പ്രതീക്ഷിച്ചു വേണ്ടേ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിയന്തരമായി ഒരു ക്ലീനിംഗ്, ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ കാനകളും തോടുകളും ഒക്കെ എത്രയും വേഗം ഈ മാലിന്യങ്ങൾ തടസ്സം സൃഷ്ടിക്കാതെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു രീതിയിലേക്ക് കാനകളെയും ഓടകളെയും ഒക്കെ ശുചീകരിക്കണമെന്ന് ഇന്നലെ തന്നെ കോർപ്പറേഷൻ ചെയ്യുമെന്നാണ്
കോടതിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മഴ തുടരെ തുടരെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇതിനു മുൻപ് ഇതൊക്കെ ചെയ്യാമായിരുന്നു കോർപ്പറേഷനും അധികൃതരും ഒക്കെ. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് വെള്ളക്കെട്ട് വീണ്ടും ഒരു ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു KSRTC സ്റ്റാൻഡിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുട്ടോളം മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. ബസ്സുകൾ പോലും ഇതിന്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് MLA കൂടിയായ മന്ത്രിയും MLA കൂടിയായ P രാജീവ് വരെ ഇവിടെ എത്തി വ്യക്തമാക്കിയതായിരുന്നു. പക്ഷേ പേരിന് വേണ്ടി പോലും യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ സത്യം. രഞ്ജിത്ത്. ഒപ്പം നവമി, ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് ഇൻഫോ പാർക്കിൽ ഒരു 2 മണിക്കൂറൊക്കെ മഴ ആ പ്രദേശത്ത് പെയ്താൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. IT കമ്പനികൾ നിരവധിയായി ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ആളുകൾ ജോലി ചെയ്യുന്ന നമ്മുടെ അഭിമാന പ്രദേശമാണ് ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം. പക്ഷേ അതിൻ്റെ സുരക്ഷിതത്വം ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. വെള്ളക്കെട്ടിലാണ്. പല കമ്പനികളിലും വെള്ളം കയറിക്കഴിഞ്ഞു. ഇതിനൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകണം, പരിഹരിക്കണം. അത്തരം എന്തെങ്കിലും ആലോചനകളുണ്ടോ? ഇപ്പോൾ ഇൻഫോ പാർക്കിലെ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള പോലെ സാധാരണ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ എന്താണ്? ഇൻഫോ പാർക്ക് ആണല്ലോ കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ചിത്രങ്ങളും വെള്ളക്കെട്ടും മറ്റും. രഞ്ജിത്ത്, ഇൻഫോ പാർക്കില് കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നു, ഗതാഗതം താറുമാറാകുന്നു, ജീവനക്കാർക്കൊന്നും പുറത്തേക്കോ അകത്തേക്കോ പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് നമ്മൾ ഇൻഫോ പാർക്കിൽ കണ്ടത്. അവിടെയും എത്രയും വേഗം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എപ്രകാരമായിരിക്കും ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചേട്ടാ, കൊച്ചിക്കാരൻ തന്നെയാണോ? അല്ല, ഈ ഇവിടെ വരുന്നതാണോ സ്ഥിരം കൊച്ചിയിൽ? ഈ വെള്ളക്കെട്ട് ഇവിടെ നല്ല വെള്ളമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബസ് സ്റ്റാൻഡ്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ യാത്രക്കാരാണ്, ഇവർക്കൊക്കെ സ്ഥിരം ഉള്ള പരാതിയാണ് ഇത്തരത്തിൽ നല്ല വെള്ളക്കെട്ടാണ്. രഞ്ജിത്ത് പറഞ്ഞത് നമ്മൾ ഇൻഫോ പാർക്കിന്റെ കാര്യമാണ്. ഇൻഫോ പാർക്കിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അടിയന്തരമായിട്ടുള്ള പ്രശ്നപരിഹാരം വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് വിധത്തിലായിരിക്കും ഇനി അവിടെ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെയൊക്കെ ഏകദേശം രാത്രി 8 മണിയൊക്കെ ആയപ്പോഴേക്കും വാഹനങ്ങളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇൻഫോ പാർക്കിന്റെ സ്ഥിതി വഷളായി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പല വാഹനങ്ങളും, ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ കാറുകളായിക്കോട്ടെ, വെള്ളത്തിൽ മുങ്ങിയ ഒരവസ്ഥ, പല തകരാറ് സംഭവിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ, കാനകളിലേക്കൊക്കെ വണ്ടി മറിയുന്ന ഒരു സാഹചര്യം, കാറുകളൊക്കെ കാനയിൽ മറിഞ്ഞ ഒരു ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് കൊച്ചി നഗരത്തിൽ ഇൻഫോ പാർക്ക് ആയിക്കോട്ടെ, കളമശ്ശേരി, മൂലേപ്പാടം, തൃക്കാക്കര, ഇടപ്പള്ളി, KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം എല്ലാം ഒലിച്ചു ഇറങ്ങി പോവുകയും ഒപ്പം പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കാനകളിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തത്. പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഈ മഴ തോരാതെ നിന്നു കഴിഞ്ഞാൽ കൊച്ചിക്കാരുടെ അവസ്ഥ വളരെ ദുരിതമാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവരോടും കൂടി ചോദിക്കാം. ചേട്ടാ, കൊച്ചിയിൽ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമാണ്. ഇന്നലെയൊക്കെ KSRTC സ്റ്റാൻഡ് വലിയ വെള്ളക്കെട്ടിലാണ് ഉണ്ടായിരുന്നു. ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. ഇവിടെ മൊത്തം വണ്ടിയൊന്നും ഓടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിയിട്ടില്ല. പിന്നെ വെള്ളം കയറുകൊണ്ട് വണ്ടികൾക്ക് കംപ്ലൈൻ്റ് ആകുന്നു, യാത്രക്കാർക്ക് ദുരിതം, ആകെ പ്രശ്നങ്ങളാണ് മൊത്തമായിട്ട്. എല്ലാ റോഡിലും വെള്ളമായിരുന്നു. കാനകളൊന്നും ഇപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല. ഇല്ല, വൃത്തിയാക്കിയത് അവർ പറയുന്നേ ഉള്ളൂ. വൃത്തിയാക്കിയില്ല, നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ അടുത്ത് ഇവിടുത്തെ ഒരു കാന ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, എന്നാലും ഫുള്ളാക്കി ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് കാനകൾ ഇപ്പോൾ നമ്മുടെ മുല്ലശ്ശേരി കാന റോഡിലുള്ള, അത് മെയിൻ ഒരു കനാലാണ്, അതിപ്പോഴും ഒന്നും ആയിട്ടില്ല. അതിൻ്റെ പരിപാടികളൊന്നും ആയിട്ടില്ല. അതിങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അതിലെക്കൂടെ ശരിക്കും നീരൊഴുക്കുള്ള കാണയാണ്. പക്ഷെ അത് ഒഴുക്കിപ്പോൾ കുറവാണല്ലേ, കൂടി ബ്ലോക്കായിട്ട് കിടക്കണമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ.
സ്ഥിരമായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ്. എങ്ങനെയാണ് ഈ കൊച്ചിയിൽ ഒരു മഴ വരുമ്പോൾ? എനിക്കിപ്പോൾ 50 വയസ്സായി. ഞാൻ ജനിച്ചപ്പോൾ കാണാൻ വെള്ളപ്പൊക്കം ഇവിടെ കാണാനൊന്നും പണിയണില്ല. പണിയണിപ്പോൾ കാശുണ്ടാക്കാനാണ് എല്ലാവരും പറഞ്ഞ. ടൈലിട്ട് മൂടി ഭംഗിയാക്കി എന്നിട്ട് പിന്നെ അടുത്ത പൊളിക്കണ സമയത്താണ് ഈ കോരണത്. ഇപ്പം ഈ മഴക്കാലത്ത് കോരണത് ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ്. ഈ വെള്ളപ്പൊക്കത്തിലും വെള്ളം മുങ്ങിക്കുമ്പോൾ ചെളികോരി റോട്ടിലിടണത്. ഇതൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് രഞ്ജിത്ത്, കൊച്ചിക്കാരുടെ ഒരു പ്രതിഷേധം കൂടിയാണ്, അവരുടെ ഒരു വേദന കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചത്. 50 വർഷമായി ആ ചേട്ടൻ കൊച്ചിയിൽ ഓട്ടോ ഓടിക്കുന്നു, കൊച്ചിക്കാരനാണ്. ഇതൊക്കെ കൊച്ചിയെ സംബന്ധിച്ച് സ്ഥിരമാണ്. ഈ അധികൃതരൊന്നും കൃത്യമായി ഇതൊന്നും നോക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നമ്മളും ഇതിനു മുൻപും പല തവണ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിനെയൊക്കെ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ഒരു മഴ പെയ്യുമ്പോൾ കൊച്ചിയുടെ അവസ്ഥ വ്യത്യസ്തമല്ല. ജീവിതം, ഈ കൊച്ചിക്കാരുടെ ജീവിതം വീണ്ടും വീണ്ടും ദുസ്സഹമാകുന്നു. വീട് വിട്ടു പോകേണ്ടി വരുന്നു, വീട്ടു സാധനങ്ങൾ നശിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് എത്രമാത്രം വിമർശിച്ചാലും, ഹൈക്കോടതി പോലും വിമർശിച്ചാലും, കൊച്ചി കോർപ്പറേഷനോ മറ്റ് നഗരസഭകളിലോ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ ഒരു രീതിയിൽ പോലും അവരെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും. അതാണ് നവമി, കൊച്ചിയിലെ ഓട്ടോക്കാർക്കൊപ്പം നാട്ടുകാർക്കൊപ്പം ചേർന്നാണ് കൊച്ചിയുടെ ദുരിതം. പക്ഷേ ജോർജ് മാത്യു എന്ന ഒരു പ്രേക്ഷകൻ നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഒരു മാസം മുമ്പ്, അതായത് ദുബായ് നഗരത്തിൽ ഏതാണ്ട് 142 മില്ലിമീറ്റർ മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ദുബായ് എയർപോർട്ടും മെട്രോയും ഉൾപ്പെടെ 3-4 ദിവസം അടച്ചിട്ടു. പക്ഷേ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴ 6 മണിക്കൂർ കൊണ്ട് 157 മില്ലിമീറ്റർ മഴ പെയ്തിട്ടും അവിടെ എയർപോർട്ടും അവിടുത്തെ മെട്രോയും ഒന്നും അടച്ചിടുകയോ ചെയ്യേണ്ടി വന്നില്ല. അത് വളരെ പെട്ടെന്ന് സാധാരണ നിലയിലാകും. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ വിമർശനം പോലെയല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ ഗുണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കാരണം കൊച്ചിയിൽ ഉണ്ടായ ദുബായിയേക്കാളും വലിയ മഴ പെയ്തിട്ടും കൊച്ചിയിൽ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കുകയാണ് അദ്ദേഹം. അതാണ് ജോർജ് എം തോമസിൻ്റെ നമ്മളോട് വായിച്ചിരിക്കുന്ന മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്രീജിത്തിലേക്ക് ഒന്ന് പോകണം. ശ്രീജിത്ത്, കോട്ടയത്തെ സാഹചര്യം എങ്ങനെയാണ്? കൊച്ചിയിലെ കാര്യങ്ങൾ നവമി പറഞ്ഞു. കോട്ടയത്ത് മഴയുണ്ടായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു, നദികളിലൊക്കെ വെള്ളം ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഒരല്പം മഴ മാറി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അതാണ് സാഹചര്യം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ചാറ്റൽ മഴകൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് രാവിലെ നല്ല തെളിച്ചമുള്ള കാലാവസ്ഥ തന്നെയാണ് കോട്ടയത്ത് ഉള്ളത് എന്ന് തന്നെയാണ് മലയോര മേഖലയിൽ നടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. ഏതാണ്ട് 400ഓളം പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴ, കിഴക്കുണ്ടായ വെള്ളം, അത് ഇന്നലെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നദിയിലെ വെള്ളം ഇറങ്ങി താഴേക്ക് ഒഴുകി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായി അങ്ങനെയാണ്. കുട്ടനാടിന് സമാനമാണ്. ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെട്ട കോട്ടയം താലൂക്കിലെയും വൈക്കം താലൂക്കിലെയും നിരവധി ഇടങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങനെ വൈക്കത്തും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത്. ആകെ 17 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ പ്രവർത്തിക്കുന്നത്. അതൊരു ചെറിയ കണക്കാണ് സാധാരണ നിലയിൽ നോക്കുമ്പോൾ. സാധാരണ ഒരുപാട് 50,000-ഓളം ആളുകൾ വരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണ്. 400 പേർക്ക് അടുത്ത് മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്നതാണ് രഞ്ജിത്ത് വലിയൊരു ആശ്വാസമായി മാറുന്നത്. കാരണം ഈ നദിയിലേക്ക് ഒഴുകി വരുന്ന വലിയ വെള്ളം അതൊന്ന് ഒഴിഞ്ഞു മാറുന്നതിനുള്ള സമയം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തുടർച്ചയായി പെയ്ത ദിവസമാണ് ഉരുൾപൊട്ടലുണ്ടായത് മിനിയാന്ന്. അന്നാണ് ഈ ഈരാറ്റുപേട്ടയിലും പാലയിലും എല്ലാം വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ആ വെള്ളം കയറുന്നത് ഒരു മണിക്കൂറുകൾക്ക് ശേഷം ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷവും ഈ 2 നഗരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നും യെല്ലോ അലർട്ട് പ്രവചനമാണുള്ളത്. കാര്യമായ മഴ ഉണ്ടായേക്കില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ അലർട്ടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷേ എന്നാലും രാവിലത്തെ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രഞ്ജിത്ത്, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കോട്ടയത്ത് ഇന്ന് അല്പം ഒന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടടക്കം തുടരുന്നുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് സംസ്ഥാനത്ത് ഉടനീളം മഴയിൽ അല്പമൊരു ശമനം രാവിലെ ഉണ്ട് എന്ന വിവരങ്ങൾ പൊതുവെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കാലവർഷം കൂടി എത്തിക്കഴിയുമ്പോൾ ഏത് തരത്തിലാണ് മഴ നമ്മളോട് പ്രതികരിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. കാരണം
ഈ വേനൽ മഴയിൽ തന്നെ സംസ്ഥാനമൊക്കെ വെള്ളത്തിലായ കാഴ്ച കണ്ടിരുന്നു. ഒരുപക്ഷെ ആദ്യമായിരിക്കും വേനൽ മഴയിൽ ഇത്രയധികം കെടുതിയിലേക്ക് കേരളം കടക്കുന്നത്. പക്ഷേ ഈ കാലവർഷം കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാകുമെന്നുള്ള ഭീതി നമുക്കുണ്ട്. കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കാം എന്നുള്ളതാണ്. നവമി, കാലവർഷം ഇന്ന് വരികയാണ്. ഈ 2 ദിവസം 3 ദിവസം വേനൽ മഴ തകർത്ത് പെയ്തപ്പോൾ തന്നെ കൊച്ചി ഒട്ടാകെ വെള്ളത്തിലായി. കാലവർഷം വരുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം. ഓടകളും കാനകളും വൃത്തിയാക്കണം. ഇന്നലെ ഹൈക്കോടതി ശക്തമായ പരാമർശം കൊച്ചിയിലെ പൊതുജനങ്ങൾക്ക് നടത്തിയിരുന്നു. കാരണം മാലിന്യം വലിച്ചെറിഞ്ഞതിനെതിരെ കൂടുതൽ നടപടികൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? രഞ്ജിത്ത്, കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ഇതുവരേക്കും നടത്തിയിട്ടില്ല. ഇന്നലെ വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലെ വിമർശനമാണ് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷനെയും ഒപ്പം തൃക്കാക്കര കളമശ്ശേരി നഗരസഭയ്ക്കെതിരെയും ഉന്നയിച്ചത്. ഈ മഴ ഉച്ചിയിൽ വന്ന് നിൽക്കുമ്പോഴല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതോടൊപ്പം ഈ ആളുകൾക്ക്, ജനങ്ങളും കൂടി ഇതിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. ഇങ്ങനെ കാനകളിലെ വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും അവിടേക്ക് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ഒക്കെ കൊണ്ടിടുന്നത് ശരിയായ രീതിയിലുള്ള, അവർക്ക് തന്നെ ഇതിന്റെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരും. പിന്നീട് ഈ റെസിഡൻസ് അസോസിയേഷനുകളെ വരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയെ കടത്തരുത് എന്നുള്ളൊരു വിമർശനം കൂടി ഹൈക്കോടതി ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചി കോർപ്പറേഷനോ മേയറോ അല്ലെങ്കിൽ നഗരസഭ ചെയർപേഴ്സൺമാരോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം തന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിൽ രഞ്ജിത്ത്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്തുമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളുമാണ് ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും. ഈ വെള്ളക്കെട്ട് വരുമ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ കാനകളിലേക്ക് ഒഴുകി പോകുന്നത്. ഈ കാനകളിൽ നിന്ന് കോരിയ മാലിന്യങ്ങൾ ഈ 2 സൈഡിലുമായി കോരി വെക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഇത് കൃത്യമായി കൊണ്ടുപോകുവാനോ മറ്റെവിടെയെങ്കിലും കൊണ്ട് കളയാനോ ഒന്നും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇത് കാനയാണ്. ഇവിടെ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഈ പോകേണ്ടത് ഈ കാനയിലേക്കാണ്. ഒരു 2 മണിക്കൂർ ഈ മഴ തുടർച്ചയായി പെയ്താൽ ഈ കാന നിറയും. ഈ കാന നിറഞ്ഞ് ഈ വെള്ളം തന്നെയാണ് KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലേക്കും ഇതിൽ കൂടി നടന്നു വരുന്ന ജനങ്ങളിലേക്കും ഇതിലെ യാത്രക്കാർക്കുമൊക്കെ ഈ വെള്ളത്തിൽ കൂടി വേണം നടന്നു പോകാൻ. എനിക്ക് ചുറ്റും കാണുന്ന ഇതെല്ലാം വേസ്റ്റുകളാണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും കൊച്ചി കോർപ്പറേഷൻ എത്രമാത്രം കാര്യക്ഷമമായി അവരുടെ ജോലി ചെയ്തു എന്ന്. ഹൈക്കോടതി വിമർശിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കാരണം അത്രമാത്രം മാലിന്യങ്ങളാണ് ഇവിടെ കോരി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി പോലും കൊച്ചി കോർപ്പറേഷൻ കൃത്യമായി നടത്തിയിട്ടില്ല. ഈ കാനകളിലേക്കുള്ള ഒഴുക്ക് പിന്നെ എങ്ങനെയാണ് സുഗമമായി നടക്കുക? അത്രമാത്രം മാലിന്യങ്ങളാണ് 2 സൈഡിലുമായി വെച്ചിരിക്കുന്നത്. ഇത് ഈ കാനയുടെ സൈഡിലെ മാത്രം കാര്യമല്ല, ഈ KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലും ഇത് തന്നെയാണ് സ്ഥിതി. ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അത് അവിടെ തന്നെ കിടക്കുന്നു. ഈ കാനകളിലൊക്കെ അടഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഈ കാനകളിലൊക്കെ കണ്ടില്ലേ. വേസ്റ്റുകളൊക്കെ ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാനയുടെ ഒഴുക്ക് സുഗമമായി നടത്താൻ കഴിയാത്തത്. ഇത് തന്നെയാണ് ഇവിടെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാര്യം. യാതൊരുവിധ പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടക്കുന്നില്ല. മേയർ പറയുന്നത് അപ്രതീക്ഷിതമായ മഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മേഘവിസ്ഫോടനമോ ഒക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. ഇവിടെ വന്ന് പരിശോധിച്ചാൽ, മേയർ ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും അടഞ്ഞു തന്നെയാണ് ഇവിടെയുള്ള കാനകളൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്നതെന്ന്. ഇതൊക്കെ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും ഈ സാധാരണക്കാരായ യാത്രക്കാരുമാണ്. അവരൊക്കെ രാവിലെ പുലർച്ചെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്, ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്നതിന് വേണ്ടി. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക്, സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു മഴ കൂടി പെയ്താൽ ഇവരെവിടെയാണ് നിൽക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഈ വേസ്റ്റുകൾ കണ്ടില്ലേ, ഇതൊക്കെ KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇതിനിടയ്ക്ക് എവിടെയാണ് ജനങ്ങൾ നിൽക്കുക? പകർച്ചവ്യാധികളും അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ വേറെ എങ്ങും പോകണ്ട, ഇതുപോലെ കൊച്ചിയിലെ പലയിടങ്ങളിലും ചെന്ന് നിന്നാൽ മതി. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ഇതെങ്കിലും കണ്ട് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ, ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി നടത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കാനുള്ളത്. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതെ, ഒരു ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കണേണ്. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംമാരെ ആൾക്കാർ ഇവിടെ വരും. ഞങ്ങളിപ്പോൾ പേടിച്ചാണ് ഇവിടെ വന്നത്, വെള്ളം ഉണ്ടാവും എന്ന്.
വിചാരിച്ച്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ല. പക്ഷെ അകത്തോട്ട് കയറി നിൽക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല. യാത്ര പോവാനാണോ? ഒന്ന് ആലപ്പുഴ വരെ പോകാൻ നിൽക്കണേണ്. അതാണ് രഞ്ജിത്ത്, ഇവിടെ ഉള്ളിലേക്ക് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ചേട്ടാ. വലിയ വെള്ളക്കെട്ടാണ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേ നമ്മൾ കണ്ടു ഈ സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഇവർ ഇവിടെയൊക്കെ നിൽക്കുക. ഈ വലിയ ബാഗുകളും കുട്ടികളും ഒക്കെ ആയിട്ട്, കുട്ടികളും മുതിർന്നവരും വയസ്സായവരും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എവിടെയാണോ ഒന്ന് ഇരിക്കുക, ഈ സ്റ്റാൻഡിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഇത്. പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ MP-യും MLA-യും അടക്കം ഇവിടെ വന്ന് ഈ മഴ കഴിഞ്ഞ ശേഷം അവർ ഇതെല്ലാം പരിശോധിച്ച് പോകുന്നതാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ KSRTC സ്റ്റാൻഡിനെ അവർ മറക്കും. പിന്നീട് അടുത്ത വെള്ളക്കെട്ടോ അല്ലെങ്കിൽ രൂക്ഷ വിമർശനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം പേരിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കും എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. രഞ്ജിത്ത്, കൊച്ചിയിലെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നവമി റിപ്പോർട്ട് ചെയ്തത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വെള്ളക്കെട്ടിലാണ് കൊച്ചി. KSRTC സ്റ്റാൻഡ്, പൊതുജനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന KSRTC സ്റ്റാൻഡിൽ പോലും ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പശ്ചാത്തലം ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. നമുക്കിനിയും പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, പത്തനംതിട്ടയൊക്കെ സ്ഥിരമായി റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടിലുള്ള ജില്ലയാണ്. ഇന്നും മഴ പ്രവചിച്ചിട്ടുണ്ട് പല മേഖലകളിലും. എന്താണ് രാവിലത്തെ വിവരം വിവിധ മേഖലകളിൽ നിന്ന്? രഞ്ജിത്തെ, പത്തനംതിട്ടയിൽ രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കാരണം മേഘാവൃതമാണ് ആകാശം. പക്ഷേ മഴ ജില്ലയിൽ ഒരു സ്ഥലത്തും രാവിലെ പെയ്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിലുണ്ട്. മലയോര മേഖലയിലടക്കം ഇത്തരത്തിൽ മഴയുണ്ട്. അതുപോലെ തന്നെ നദിയിലെ ജലനിരപ്പും പമ്പ, അച്ചൻകോവിൽ നദികളുടെ ജലനിരപ്പും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഈ മഴ സമയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. 3 ക്യാമ്പുകളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തുറന്നിട്ടുള്ളത്. കവിയൂരും തിരുമൂലപുരം, തിരുവല്ല എന്നിവിടങ്ങളിൽ 3 ക്യാമ്പുകളുണ്ട്. ഇവിടെ 17 പേരെ മാറ്റി താമസിച്ചിട്ടുണ്ട്. അത് ഈ മുൻകരുതലിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. അതായത് മണ്ണിടിച്ചുള്ള മേഖല, വെള്ളം കയറുന്ന സ്ഥലം, താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ആളുകളെയാണ് ഇത്തരത്തിലൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ആണ് സാധാരണ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ റോഡുകളിലെ വെള്ളക്കെട്ടാണ്. പുല്ലാട് ഒക്കെ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇവിടെ ഗതാഗത തടസ്സവും ഭാഗികമായ രീതിയിലൊക്കെ ഉണ്ടാവുകയും പിന്നീട് ക്രമീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം ജില്ലയിലുണ്ട്. പക്ഷേ ആശ്വാസകരമായ കാര്യം, ജില്ലയിൽ ഇതുവരെ മഴയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ദുരന്തമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മഴ ശക്തമായ രീതിയിൽ തന്നെ ലഭിക്കുന്നു. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡാമുകളിലേക്ക് വെള്ളം ധാരാളമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വർധനവുണ്ട്. മൂഴിയാറ്, അതുപോലെ തന്നെ കക്കി തുടങ്ങിയ ഡാമുകളിലേക്കും വലിയ ജലനിരപ്പ് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ മഴ വലിയ സാധാരണഗതിയിൽ ഒരു വെള്ളപ്പൊക്ക ജില്ല എന്ന നിലയ്ക്ക് വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്താൽ ഉടൻ തന്നെ വീടുകളിലേക്കും അതുപോലെ ഉരുൾപൊട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വേനൽമഴ തുടങ്ങിയതിനു ശേഷം ഇതുവരെ അത്തരത്തിലൊരു ദുരന്തങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്ന വലിയ ആശ്വാസകരമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ മഴ കാര്യമായ രീതിയിൽ ലഭിക്കുന്നുമുണ്ട്. പക്ഷെ അത് തുടർച്ചയായി പെയ്യാത്തതാണ് അത് ഒരു ആശ്വാസമുള്ളത്. കാരണം തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ ഇപ്പം ഇടപെട്ട് മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നതിനൊരു അവകാശമുണ്ട്. നദികളിലായാലും വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ മാറി പോകുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്. തുടർച്ചയായി ശക്തമായ വലിയ തോതിൽ മഴ ലഭിക്കാതെ തന്നെയാണ് ജില്ലയിലെ സംബന്ധിച്ച് ഒരു ആശ്വാസം നിന്ന് പെയ്യുന്ന, അതായത് സാധാരണഗതിയിൽ ചാറ്റൽ മഴ പോലെ നിന്ന് പെയ്യുന്ന മണിക്കൂറുകളോളം നിന്ന് അത്തരത്തിൽ പെയ്ത മഴകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ആലപ്പുഴയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും ഇത്തവണ വെള്ളക്കെട്ടാണ്. നഗരത്തിൽ വെള്ളക്കെട്ടാണ്. ഇന്നലെയൊക്കെ ശരണ്യ അവിടെ കൊമ്മാടിയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വലിയ വെള്ളം വീടുകളിലൊക്കെ കയറിയ പശ്ചാത്തലം. പത്തനംതിട്ട നമുക്കറിയാം, ചെങ്ങന്നൂരടക്കമുള്ള പാണ്ഡ്രനടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര വലിയ പ്രളയ ഭീതിയിലുള്ള സ്ഥലങ്ങളാണ്, എത്ര വലിയ പ്രളയം അനുഭവിച്ച സ്ഥലങ്ങളാണ്. ഈ മഴയിൽ അവിടെ എന്തൊക്കെയാണ്, അവിടുത്തെ സാഹചര്യം എന്താണ്? അവിടെ എവിടെയെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടോ അതോ ആശ്വാസകരമായ സ്ഥിതിയാണോ? രഞ്ജിത്തെ, അപ്പർ കുട്ടനാട് മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെള്ളം സാധാരണഗതിയിൽ അപ്പർ കുട്ടനാട് മേഖല താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ കടപ്പുറ, നിരണം തുടങ്ങിയ മേഖലകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട്. സാധാരണഗതിയിൽ എല്ലാ വർഷവും അത്തരത്തിൽ മഴ പെയ്താൽ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും, ഗതാഗത തടസ്സം ഉണ്ടാവും, ആ വീടുകളിലൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം അത് എല്ലാ വർഷവും ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആവശ്യം അത്തരത്തിലുണ്ട്. ചെങ്ങന്നൂർ അടക്കമുള്ള ഈ പണ്ടനാട് അടക്കമുള്ള മേഖലകളിലൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷേ അത് കാര്യമായ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്.
ജില്ലയിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിലുണ്ട്. കാരണം മഴ കാര്യമായ രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടപെട്ട് പെയ്യുന്ന മഴയാണ്. തുടർച്ചയായി രാവിലെ തൊട്ട് 24 മണിക്കൂറും നിന്ന് പെയ്യുന്ന മഴ ഉണ്ടായെങ്കിൽ മാത്രമാണ് സാധാരണ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഒരു വലിയ ഭീകര അന്തരീക്ഷമുള്ളത്. പക്ഷെ അത്തരത്തിൽ ഇപ്പോൾ മഴ പത്തനംതിട്ട ജില്ല ഞങ്ങളിൽ ലഭിക്കുന്നത് ഇടപെട്ട് മഴ പെയ്യുകയും അതിന് മഴയ്ക്ക് മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മഴ ലഭിക്കുകയും പിന്നീട് ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളോ അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. നദികളുടെ ജലനിരപ്പ് പമ്പയിലും അച്ചൻകോയിലും നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അത് വലിയ അപകട രീതിയിലല്ല എങ്കിലും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ജില്ലയിൽ 3 ക്യാമ്പുകൾ കവിയൂർ, തിരുമൂലപുരം, തിരുവല്ല എന്നിവിടങ്ങളിൽ 3 ക്യാമ്പുകൾ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന വെള്ളക്കെട്ടുള്ള മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനെ മാറ്റി താമസിച്ചത് 17 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിച്ചുള്ളത്. കാര്യമായ രീതിയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴ ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലുകൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പക്ഷെ അത് അപകടമില്ലാത്ത ജലവാസ മേഖലയല്ലാത്ത ഉൾവനങ്ങളിലാണ്. അതുകൊണ്ടാണ് നദികളിലെ ജലനിരപ്പ് സ്വാഭാവികമായിട്ട് ഉയർന്നിട്ടുള്ളത്. അത്തരത്തിൽ ചില കാര്യങ്ങളല്ലാതെ ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വരും മണിക്കൂറുകളിൽ ഈ കാലവർഷം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് മുൻകരുതലും കാര്യങ്ങളൊക്കെ ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിലക്കേർപ്പെട്ടിട്ടുണ്ട്. പാറമടകളുടെ പുറത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. കുന്നിടിച്ചിലും മണ്ണിടിച്ച് അതുപോലെ ഉരുൾപൊട്ടലുള്ള സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളൊക്കെ അവർക്ക് ഒരു ജാഗ്രത നിർദ്ദേശമൊക്കെ ജില്ലാ ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലാകട്ടെ 3 മണിക്കൂർ, അതായത് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് തുടങ്ങിയ മഴയാണ്. അരുവിക്കര ഡാമിൽ ഷട്ടറുകൾ തുറക്കുന്ന പശ്ചാത്തലമുണ്ടായി. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പോങ്ങുമൂട്, കരമന സ്ഥലങ്ങളൊക്കെ വെള്ളത്തിലായിരുന്നു. പല മേഖലകളിലും തമ്പാനൂരും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത്, ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ആ വെള്ളക്കെട്ട് ഇപ്പോഴും പല മേഖലകൾ നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ആശ്വാസകരമായൊരു കാര്യം, വലിയ മഴയില്ല. പക്ഷേ എന്തും പ്രതീക്ഷിക്കാം, ഏത് സമയത്തും മഴ ശക്തമാകാം. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തലസ്ഥാന നഗരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരവാസികൾക്ക് ഭീതിയുണ്ട്, സ്വാഭാവികമായ ഭീതിയുണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കിനിയും ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലം തന്നെയാണ് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്നും മുന്നറിയിപ്പുണ്ട്. ഓടകൾ, കാനകളൊക്കെ അടഞ്ഞ അവസ്ഥയിലാണ്. അതൊന്നും ശുചീകരിക്കാനുള്ള യാതൊരു പ്രവർത്തനവും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. നമുക്ക് ഇനി പോകേണ്ടത് ആലപ്പുഴയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴയിൽ 2018 പ്രളയത്തിൽ പോലും ഇല്ലാത്ത വിധം വെള്ളക്കെട്ട് പല മേഖലകളിലും സംഭവിച്ചു എന്നതാണ്. രൂക്ഷമായ വെള്ളക്കെട്ട് ഈ മഴക്കാലം ഇങ്ങനെയാകുമ്പോഴും ആലപ്പുഴക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ ജീവിതം, കുട്ടനാട്ടുകാരുടെയൊക്കെ ജീവിതം, ആലപ്പുഴയുടെ പ്രധാന മേഖലയായ കുട്ടനാട്ടുകാരുടെയൊക്കെ ജീവിതം 365 ദിവസവും വെള്ളത്തിലാണ്. കാരണം കുട്ടനാട്ടിലൊക്കെ ഒരു ചെറിയ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ മതി. ഈ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് മതി വെള്ളത്തിൽ അവരാവാൻ. കാരണം അത് അവരുടെ ഒരു പരിചിതമായ സാഹചര്യമാണ്. അപ്പോൾ അവരുടെ ഒരു സന്തോഷകരമായ കാഴ്ച ഈ കൂട്ടത്തോടെ ഇറങ്ങിയുള്ള ഒരു മീൻപിടുത്തമാണ്. ഊത്തപിടുത്തം എന്നൊക്കെ അവിടുത്തെ ആളുകൾ പറയും. ആലപ്പുഴ പഴവീട്ട് നടുറോഡിലാണ് തിലോപ്പിയും പള്ളത്തിയും. ഈ പള്ളത്തിയാണ് ഊത്ത എന്ന് പറയുന്നത്, നീന്തി തുടിക്കുന്നത്. അതിനെ പിടിക്കാനുള്ള ആളുകളുടെ ഒരു സന്തോഷം അന്ന് പങ്കുവെക്കാം. മഴ തകൃതിയായിട്ട് പെയ്യുവാണ്. എല്ലായിടത്തും വെള്ളപ്പൊക്കത്തിന്റെ കാഴ്ചകളൊക്കെയാണ്. പക്ഷെ അതിനിടയിലും ചില സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ ഉണ്ട്. ആളുകൾ എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പഴവീടാണ്. പഴവീട് തിരുവമ്പാടി വാർഡിലാണ് ഉള്ളത്. ഇവിടെ റോഡിൽ കുറച്ചു പേര് ചേർന്ന് മീൻ പിടിക്കുവാണ്. എത്ര നേരം കൊണ്ട് പിടിച്ചതാ ഇത്? എന്തിനൊക്കെ കിട്ടി? എന്തിനൊക്കെ കിട്ടി? റോഡിൽ കൂടെ ഒഴിക്കുമെന്നാണോ? വലയിട്ട് പിടിച്ചാണ്. ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടല്ലേ? ഇവർ 2 പേര് പിടിച്ചിട്ടുള്ള മീനാണ്. ഇതുപോലെ കുറെ ആളുകളുടെ കയ്യിൽ മീനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു തോടും റോഡും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവിടെയാണല്ലേ വീശിട്ടിരിക്കുന്നത്? അതെ അതെ അതെ. എത്ര നേരമായി തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട്. 1 മണിക്കൂറായി. അതെ അതെ. അല്ല, നമ്മൾ മഴയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ ഇതിവിടെ നിങ്ങൾ എൻജോയ് ചെയ്ത് പിടിക്കുവാണ്. അതെ, ഞങ്ങൾ എൻജോയ് തന്നെ പിടിക്കുന്നത്. തിരിച്ചിട്ടാണ് ഭാര്യ എന്ന് പറയുന്ന പോലെ. ഒന്ന് കാണിച്ച് ചേച്ചി ഒന്ന് മീൻ കാണിച്ചേ. അമ്മേ, ഇവനൊക്കെ വന്നതാണോ? എന്തുമാത്രം കിട്ടിയിട്ടുണ്ട് ചേട്ടാ? 5-8 ഉണ്ട്. എന്നാ മീനാ ഇതെല്ലാം? കട്ടള, പിന്നെ തുള്ളി. ഇവിടെ എന്തായാലും അവര് സൂക്ഷിച്ചെടുക്കണം. നിങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പിടിച്ചത്.
ഇത് കണ്ടോ, ഇവര് പിടിച്ച മീനാണിത്. ഇവിടെ വലയിൽ വീണിട്ടുണ്ട്. നമുക്ക് വലയിൽ വീണതിനെ കാണിച്ചു തരാം. എന്തായാലും റോഡിൽ നിന്ന് പിടിച്ച മീനല്ലേ ഏട്ടാ? അവര് റോഡിൽ വല വീശിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ സാധാരണ വെള്ളം നിൽക്കാത്ത സ്ഥലത്ത് നല്ല ഒഴുക്കല്ല ഇത്തവണ. ഇവിടെ നല്ല ഒഴുക്കാണ്. നല്ല ഒരുപാട് മഴ പെയ്തുകൊണ്ട് സാധാരണ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നതല്ല. പക്ഷേ ഇപ്രാവശ്യം അപ്പുറത്തെ ഭാഗത്തുള്ള എല്ലാ വീടിലൊക്കെ മൊത്തം വെള്ളമാണ്. പിള്ളേരൊക്കെ മൊത്തം ഇറങ്ങി, കുട്ടികളല്ലേ. മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് വലയൊക്കെ വീശി ആവശ്യത്തിന് മീനൊക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഇത് മീൻ പിടിക്കാൻ ആളുകൾ ഇറങ്ങി തുടങ്ങി. കൗൺസിലർ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയെന്നാണ് പറയുന്നത്. വെള്ളം കണ്ട് നമ്മുടെ വാർഡിലെ വെള്ളത്തിന്റെ ഒരു ദുരവസ്ഥ കണ്ട് ഇറങ്ങിയതാണ്. നിങ്ങളുടെ വാർഡിലെ വെള്ളത്തിന് ഗുണമുണ്ട്, മീനൊഴുകി വരുന്നുണ്ട്. ഉണ്ട്, മീനൊഴുകി വരുന്നുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. അത് ചെറിയ ഒരു ഒഴുക്ക് വന്നാൽ പോലും മീൻ വരാറുണ്ട് ഇവിടെ. ആലപ്പുഴ നഗരത്തിന്റെ നടുക്കാണ് കേട്ടോ, ഹൃദയഭാഗത്താണ് ഇവരിവിടെ റോഡിൽ മീൻ. വലിയൊരു തോട്, അമ്പലപ്പുഴ തോടായിരുന്നു, വെള്ളം പോയിക്കൊണ്ടിരുന്ന തോടായിരുന്നു പണ്ട്. അതിപ്പം തോടില്ല, തോട് എല്ലാവരും കയ്യേറി തോട് ചെറുതായി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നല്ല ഒഴുക്ക് ഉണ്ട്, വെള്ളമുണ്ട്. പക്ഷേ ഇതേ മീനെ കാണിച്ചു തരാം. വേറെ ചേട്ടാ ഒന്ന് കാണിക്കോ, മീനെ ഒന്ന് കാണിക്കോ. ഇവര് പിടിച്ച മീനാട്ടോ. ഇത് എത്ര നേരം കൊണ്ട് പിടിച്ചാ? ഇതിപ്പോ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഞങ്ങൾ അത്രയും വിഷമിച്ച് പിടിച്ചാണ്. ഇന്നിപ്പോ നല്ല തിരക്കോട്ടല്ലോ ഇവിടെ. എല്ലാവരും ഈ വാർഡിലെല്ലാവരും ഇറങ്ങി ഇവിടെ. വീട്ടിലൊക്കെ വെള്ളം കയറി, ഇതിനും കൂടുതലുണ്ടായിരുന്നു മൊത്തം വെള്ളം. ഈ രാവിലത്തെ ഒഴുക്കോട്ട് രാവിലോട്ട് മീൻ കയറുന്നുണ്ടോ? തീർച്ചയായിട്ടും കയറുന്നുണ്ട്. അതാണ് എന്തായാലും നമുക്ക് അറിയാലോ, മഴക്കാലമൊക്കെ വന്നാൽ എല്ലായിടത്തും ദുരിതത്തിന്റെ ഒക്കെ കാഴ്ചകളാണ്. പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ബക്കറ്റും ചെറിയ വല കെട്ടിയും ഒക്കെ അതൊക്കെ ആയിട്ട് ഇവിടെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവര് അത്തരത്തിലൊരു എന്താ പറയുക, ഒരു മഴക്കാലത്തിന്റെ ആ ഒരു ദുരനുഭവങ്ങളെയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് ഇവിടെ മീൻപിടുത്തമാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ പഴവീട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മഴക്കാലത്ത് ഈ ആലപ്പുഴയിലെ റോഡുകളിലൊക്കെ വെള്ളം കയറും. കുട്ടനാട് AC റോഡിലൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഇത്തരം ഊത്തപിടുത്തം എന്ന് പറയും. ഈ പള്ളത്തി, അതുപോലെ തന്നെ നേരത്തെ കണ്ട തൂളി നല്ല മുള്ളുള്ള മീനാണ്, പക്ഷെ വറക്കാൻ നല്ല ബെസ്റ്റാണ് തൂളി. അത്തരം മീനുകളൊക്കെയാണ് കിട്ടുന്നത്. അത് റോഡ് തോടാകുമ്പോൾ ആലപ്പുഴക്കാരുടെ സന്തോഷം ഇത്തരം മീനുകൾ കയറുക, അത് വളരെ വേഗം പിടിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ വിവരമാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. ക്യാമ്പുകൾ ഈ മഴക്കാലത്തിനൊപ്പം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്തിനും സമാപനമാവുകയാണ്. മഴ തുടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടം അവസാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിൽ വിധിയെഴുത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി, RJDയുടെ മിസ ഭാരതി തുടങ്ങിയവരാണ് അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഓരോ ഘട്ടങ്ങളിലും പലവിധ അജണ്ടകൾ കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കുകയാണ്. നിശബ്ദ പ്രചരണമാണ് നാളെ മുതൽ. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുന്നു. 58 മണ്ഡലങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്നു നടക്കുന്നത്. എന്താണ് പ്രത്യേകത ഈ അവസാന വട്ടത്തിൻ്റെ? ആർക്കൊക്കെ പ്രതീക്ഷയുണ്ട്? ഏത് മുന്നണിക്ക് ഏറ്റവും കൂടുതൽ മേധാവിത്വമുള്ള മണ്ഡലങ്ങളാണ് ഇവയൊക്കെ? രഞ്ജിത്ത്, 2.5 മാസം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. കാരണം 7ാം ഘട്ടത്തിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കുന്നു. 57 മണ്ഡലങ്ങളിലാണ് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 5 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കണക്ക് നോക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങൾ വീതം പഞ്ചാബിലും UPയിലും അവസാന ഘട്ടത്തിൽ വിധിയെഴുതുന്നു. പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8, ഒഡീഷയിലെ 6, ഹിമാചൽ പ്രദേശിലെ 4, ജാർഖണ്ഡിൽ 3, ചണ്ഡീഗഡ്. അങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അവസാന ഘട്ടത്തിൽ. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പല പാർട്ടികൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് BJP, കഴിഞ്ഞ തവണയും BJP തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി. 25 സീറ്റാണ് BJPക്ക് ഒറ്റയ്ക്ക് ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ UPയിലെ 13 മണ്ഡലങ്ങൾ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കി നൽകിയ മേഖലയാണ്, വലിയ പ്രതീക്ഷ നൽകിയ മേഖലയാണ്. കാരണം
13-ൽ 9 വിജയിച്ചത് BJP ആണ്. സഖ്യകക്ഷിയായ അപ്നാദൾ 2 സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ചു. സമാജ്വാദി പാർട്ടിക്കൊപ്പം മത്സരിച്ച BSP ആണ് മറ്റ് 2 സീറ്റ് നേടിയിരുന്നത്. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിലേക്ക് വോട്ടെടുപ്പ് നീങ്ങുന്നു. പൂർവാഞ്ചൽ മേഖലയിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ അടക്കമുള്ള മേഖലകളിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 7 ലക്ഷം എത്തിക്കും എന്നൊരു കണക്കൂട്ടലാണ് BJPക്കുള്ള. അത്തരമൊരു അവകാശവാദം BJP ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്ക് ഇത് 3ാം ഊഴമാണ്. വാരാണസിയിൽ 2014-ലും 2019-ലും വലിയ വിജയം മണ്ഡലത്തിൽ നേടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പൂർവാഞ്ചൽ അടക്കമുള്ള മേഖലകളിൽ ഇത്തവണയും മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും BJP വെച്ചു പുലർത്തുന്നുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസ് ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ നഗര മേഖലകളിലെ ആണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഈ 9-ൽ 8 വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് സന്ദേശ് ഗലി അടക്കമുള്ള സന്ദേശ് ഗലി ഉൾപ്പെടുന്ന മേഖലയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദേശ് ഗലിയുടെ സമര നായിക രേഖ പത്രയെ അടക്കം അവിടെ BJP മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഈ ഘട്ടത്തെ ഈ മേഖലയെ സ്വാധീനിക്കുമെന്നടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാണ്. കാരണം BJP കഴിഞ്ഞ തവണ 42-ൽ 18 സീറ്റുകൾ നേടി ബംഗാളിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ നേർക്കുനേർ പോരാടുന്ന പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്ത് നേടിയ കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി, പ്രത്യേകിച്ച് കേജ്രിവാൾ വലിയൊരു പ്രചാരണമൊക്കെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയാണ്. അത് കോൺഗ്രസിന്റെ സീറ്റുകളിലായിരിക്കുമോ വിള്ളൽ വീഴ്ത്തുക എന്ന ചോദ്യം കൂടി പഞ്ചാബിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണത്തിനാണ് ഇന്ന് ഏതായാലും അവസാനിക്കാൻ പോകുന്നത്. രഞ്ജിത്ത്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശക്തമായ പ്രചരണ കാലമായിരുന്നു. കഴിഞ്ഞ 2.5 മാസമായി നിരവധി വിഷയങ്ങൾ കടന്നു വന്നു. BJP ആദ്യഘട്ടങ്ങളിൽ NDA സഖ്യം വലിയ എഡ്ജ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ER രാഗേഷ്, ഒരു വിവരം കൂടി ചോദിച്ചോട്ടെ. കാരണം ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് NDA സഖ്യം ഏതാണ്ട് അവരുടെ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ സത്യപ്രതിജ്ഞ 9-ാം തീയതി ഉണ്ടാകും എന്നാണ് ചില ഓൺലൈൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് കർത്തവ്യ പതിൽ വെച്ചാകും സത്യപ്രതിജ്ഞ. 100ഓളം ക്യാമറകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസാർ ഭാരതി ഇതിനകം തന്നെ തത്സമയ സംപ്രേഷണത്തിന് സജ്ജമാക്കിയിരിക്കുന്നു. 9 നടക്കും എന്നുള്ളതാണ്. ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ പ്രധാന പാതയാണ് കർത്തവ്യ പഥ്. ഇയാറിനൊക്കെ അറിയാം, ഇയാർ അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ രാജ്പഥാണ് കർത്തവ്യപഥാക്കിയത്. അപ്പോൾ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ കെങ്കേയമാക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആത്മവിശ്വാസം NDA പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ. രഞ്ജിത്ത്, അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അധികാരം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പ്രത്യേകിച്ച് 9-ാം തീയതി, ജൂൺ 9-ാം തീയതി കർത്തവ്യപഥിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ 2014-ലെ കണക്കെടുക്കുകയാണെങ്കിൽ 2014-ൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മെയ് 16-നാണ്. അന്ന് നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് മെയ് 26-ന്, 10 ദിവസത്തിന് ശേഷമാണ്. 2019-ലെ കണക്കെടുക്കുകയാണെങ്കിൽ 2019-ൽ 23-ാം തീയതി റിസൾട്ട് വരുന്നു. 30-ാം തീയതി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ഇത്തവണ 9-ാം തീയതി എന്നൊരു രീതിയിലേക്ക് ഒരു ചർച്ചകൾ NDA ക്യാമ്പിൽ ഉണ്ട് എന്നാണ് NDA നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 9-ാം തീയതി കർത്തവ്യപഥിൽ വെച്ച് ഇത്തരം സത്യപ്രതിജ്ഞ നടത്തും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഏതായാലും അടുത്ത ദിവസം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 1-ാം തീയതി, സ്വാഭാവികമായും 1-ാം തീയതി ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ വിജയിക്കും, BJP അധികാരത്തിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ടോ എന്ന വിലയിരുത്തലും ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ NDA ക്യാമ്പ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. തുടർച്ചയായി 3-ാം തവണയും അധികാരം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷ ഏതായാലും NDA സഖ്യത്തിന്റെ നേതാക്കളും പുലർത്തുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതിനിടെ നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് അദ്ദേഹം ഇറങ്ങുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട 2 ദിവസം, അടുത്ത 2 ദിവസം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനിരിക്കുന്ന ദിവസങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് വിവരം. കന്യാകുമാരിയിൽ നിന്ന് പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തി ധ്യാന മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കും. അതേസമയം മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ധ്യാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. DMKയും പരാതി നൽകിയിട്ടുണ്ട്.
ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഈ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനത്തിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളി എന്ന വിവരം പുറത്തു വരുന്നു. ധ്യാനത്തെ പ്രചരണമായി കാണാൻ പറ്റില്ല എന്ന നിലപാടിലാണ്. ധ്യാനം തുടരും, അപ്പോൾ അത് സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വൈകിട്ട് 3:55 കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നതിന് ശേഷം 4:55 കൂടി ഹെലികോപ്റ്റർ വഴി കന്യാകുമാരിയിലേക്ക് പോകും. അവിടെ തമിഴ്നാട് സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലായിരിക്കും പ്രധാനമന്ത്രി പോവുക. അവിടെ നിന്നും ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും ബോട്ട് വഴി വിവേകാനന്ദ പാറയിൽ പോകുന്നത്. അവിടെയാണ് 45 മണിക്കൂർ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. ജൂൺ 1-നാണ് തിരിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. എന്തായാലും ലോക്സഭാ ഇലക്ഷൻ അവസാനഘട്ട പരസ്യ പ്രചാരണവും അവസാനിക്കുന്നതോടുകൂടി മോദി ഇത്തരത്തിൽ ധ്യാനത്തിനെത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും അവസാന ഘട്ടത്തിൽ മോദി ഇത്തരത്തിൽ ധ്യാനത്തിന് പോയിരുന്നു. കേദാർനാഥിലാണ് അന്ന് ധ്യാനം വരുന്നത്. അന്ന് വലിയ വാർത്തകളിലൊക്കെ വലിയ പ്രാധാന്യം നേടിയതായിരുന്നു അത്. ആ ഒരു സാഹചര്യം, ആ ഒരു ചരിത്രം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരുന്നത്. വാർത്തകളിൽ നിറയാനുള്ള അല്ലെങ്കിൽ പ്രചാരണത്തിനുള്ള ഒരു തന്ത്രമാണിത്. വാർത്തകളിൽ നിറയാനുള്ള ഒരു തന്ത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കാട്ടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നത്. TMC അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തള്ളിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോൺഗ്രസ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരുപാട് ആരോപണങ്ങളുമായി സമീപിച്ചിരുന്നു. 2019 അന്നത്തെ മോദിയുടെ ഒരു ധ്യാനം ഒരുപാട് വാർത്തകളിൽ പ്രാധാന്യം നേടിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കണം കോൺഗ്രസ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. എന്തായാലും മോദിയുടെ ഈ ധ്യാനത്തിന് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 8 പോലീസ് മേധാവികളടക്കം 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കന്യാകുമാരിയിൽ വലിയ സുരക്ഷാ വലയം തീർക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷയുണ്ട്, സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷയാണുള്ളത്. എന്തായാലും 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി ജൂൺ 1-നായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക. ഇന്ന് 3:55 കൂടി തിരുവനന്തപുരത്തെത്തി 4:55 കൂടിയാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു ധ്യാനം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബഫർ സോൺ ആകുന്നതോടെ നെല്ലിയാമ്പതിയിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് സാധ്യത. നെല്ലിയാമ്പതി പഞ്ചായത്തിൽ 1 ഏക്കർ സ്ഥലമൊഴികെ ബാക്കിയെല്ലാം പരിസ്ഥിതി സചേതന മേഖലയാകും. അനിയന്ത്രിതമായ ഭൂവിനിയോഗത്തിനും കെട്ടിട നിർമ്മാണത്തിനും നിയന്ത്രണങ്ങൾ വരും. 86 ചതുരശ്ര കിലോമീറ്ററാണ് നെല്ലിയാമ്പതി. ഇതിൽ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. കാരണം അതായത് ഈ ബഫർ സോൺ മേഖലയായി പ്രഖ്യാപിക്കുന്നത് ഇതിൽ 1 ഏക്കർ ഒഴികെയുള്ള സ്ഥലം പൂർണ്ണമായും ബഫർ സോണാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഇതിൽ പറമ്പിക്കുളം മുതൽ സൈലന്റ് വാലി വരെ നിൽക്കുന്ന പ്രദേശങ്ങളെയാണ് ഇത്തരത്തിൽ ബഫർ സോണാക്കി മാറ്റുന്നത്. അതീവ പരിസ്ഥിതി ലോല പ്രദേശം കൂടിയാണിത്. നിലവിൽ ഇത് പരിസ്ഥിതി ലോല പ്രദേശമായി പരിപാലിച്ചു പോരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബഫർ സോൺ വരുന്നതോടുകൂടി കൂടുതൽ നിയന്ത്രണങ്ങൾ, കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നത് തിരിച്ചടിയാവും എന്നൊരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ കർഷകർക്കുണ്ടാവുന്നത്. എന്നാൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട്. കാരണം നിയന്ത്രണങ്ങൾ കടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ റെഡ് കാറ്റഗറിയിൽ വരുന്ന കെട്ടിട നിർമ്മാണം, അതുപോലെ തന്നെ ക്വാറികൾ എന്നിവയുടെ പ്രവർത്തനത്തിന് നിയമപരമായ അനുമതി ഉണ്ടാവില്ല. അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ നിരോധനം ഉണ്ടാവുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ. പക്ഷേ നിലവിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കെട്ടിടങ്ങളുടെ നിർമ്മാണം, വലിയ ബഹുനില കെട്ടിടങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ അനുമതി കൊടുക്കുന്നതല്ല. പക്ഷേ ധാരാളം എസ്റ്റേറ്റുകളുണ്ട്, ധാരാളം റിസോർട്ടുകളുണ്ട്, ധാരാളം മറ്റുള്ള നിർമ്മിതികളുണ്ട്. ഇതിനെയൊന്നും നിലവിലെ സാഹചര്യത്തിൽ ബാധിക്കില്ല. ഒപ്പം തന്നെ പ്രകൃതിക്ക് തിരിച്ചടിയാവുന്ന രീതിയിലുള്ള ടൂറിസത്തെ പോലും അംഗീകരിക്കാൻ ഈ ബഫർ സോണിന് കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നെല്ലിയാമ്പതി മലനിരകൾ. അത്ര മനോഹരമായ ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇവിടെ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ മലനിരകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഇത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ അട്ടപ്പാടി മുതൽ സൈലന്റ് വാലി മുതൽ പറമ്പിക്കുളം വരെ തുടർച്ചയായുള്ള ഈ മലനിരകൾ
പശ്ചിമഘട്ടത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലം കൂടിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു എൻവയോൺമെന്റ് ഹോട്ട്സ്പോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ പരിപാലിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ബഫർ സോൺ ആവുന്നതോടുകൂടി ഇവിടെ ഈ റെഡ് കാറ്റഗറിയിൽ വരുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും നിയന്ത്രണം ഉണ്ടാകുക. നിലവിൽ നമുക്കറിയാം ഇവിടെ ഒരു 18ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ തന്നെ ഇവിടെ വലിയ തോതിൽ എസ്റ്റേറ്റുകൾ ഉണ്ടായി വന്നതാണ്. ഈ എസ്റ്റേറ്റുകളുടെ എല്ലാം തന്നെ എസ്റ്റേറ്റുകളുടെ പ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ ബഫർ സോൺ ബാധിക്കില്ല എന്ന് തന്നെ വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയ ബഹുനില കെട്ടിടങ്ങൾ, ഈ എസ്റ്റേറ്റുകൾ പലതും ഇതിന്റെ ഒരു 50% പല സ്ഥലങ്ങളിലും 50% ടൂറിസത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഉണ്ട്. കാരണം ഇവിടെ ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട് ബഹുനില കെട്ടിടങ്ങളോ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഓഫീസുകളോ അല്ലെങ്കിൽ ഈ വലിയ തോതിലുള്ള ലോഡ്ജുകളുടെ നിർമ്മാണമോ എല്ലാം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെയാണ് നിയന്ത്രണം ഉണ്ടാവുക. നിലവിൽ അവിടുത്തെ കർഷകരെയും സാധാരണ ജനങ്ങളെയും ബാധിക്കില്ല. അവിടെ 5000-ഓളം ആളുകളാണ് നിലവിൽ ഇവിടെ താമസിക്കുന്നത്. അതുകൂടാതെ 5000-ഓളം പുറത്തു നിന്നുള്ള തൊഴിലാളികൾ, അങ്ങനെ 11,000-ഓളം ആളുകൾ മാത്രമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബഫർ സോൺ ആക്കുന്നതിനെതിരെ കർഷകർ സർവകക്ഷി യോഗം ചേർന്ന് ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ മാപ്പിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ വനംവകുപ്പ് പറയുന്നത് നിലവിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് ബഫർ സോണിൽ വരണമെന്നാണ് പറയുന്നത്. എന്തായാലും വരും ദിവസം ഈ ബഫർ സോൺ കൂടുതൽ പ്രാവർത്തികമായാൽ മാത്രമായിരിക്കും നമുക്ക് നിയന്ത്രണങ്ങൾ ഏത് തരത്തിലേക്ക് പോകും എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. മറ്റൊരു അധ്യയന വർഷത്തിനു കൂടി സംസ്ഥാനത്ത് തുടക്കമാകുമ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി ഭൂരിഭാഗവും പൂർത്തിയായി. കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് അച്ചടിയുടെ ചുമതലക്കാർ. ആക്ടിവിറ്റി ബുക്കുകൾ മാത്രമാണ് ഇനി അച്ചടിക്കാൻ ഉള്ളത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ അടുത്തയാഴ്ച തുറക്കുകയാണ്. പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമയത്തിനെത്തിക്കുക എന്ന വെല്ലുവിളി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റെടുക്കുന്നു. ഇക്കുറി 5 കോടിയിൽ പരം പുസ്തകങ്ങളാണ് അച്ചടിക്കാനായി ഓർഡർ ലഭിച്ചത്. ഇതിൽ 3.5 കോടിയിലധികം പുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയാക്കി വിദ്യാലയങ്ങളിലേക്കുള്ള വിതരണവും തുടങ്ങി. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ 72 ലക്ഷം പുസ്തകങ്ങൾ കൂടുതൽ ഈ വോളിയം 1 ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. വോളിയം 1-ൽ റെക്കോർഡ് നമ്പർ ഓഫ് ബുക്സാണ് ഇത്തവണ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതിൽ 2 പാർട്ടായിട്ടുണ്ടായിരുന്നു. ഒരു 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ സിലബസ് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ആ പുസ്തകങ്ങൾ ഫെബ്രുവരി തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ വിതരണമൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു മുഴുവൻ പുസ്തകങ്ങളുടെയും. പിന്നെയുള്ളത് സിലബസ് മാറുന്ന ക്ലാസ്സുകൾ. മറ്റ് ക്ലാസ്സുകളിലെ സിലബസ് ഈ വർഷം മാറുന്നുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്പേഴ്സും വളരെ കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ. അപ്പോൾ എന്നിരുന്നാലും നമ്മളതിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ 25-ാം തീയതിയോടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അത് എത്രയും വേഗം സ്റ്റുഡൻസിൻ്റെ, കുട്ടികളുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള ആക്ടിവിറ്റി വിദ്യാഭ്യാസ വകുപ്പ് വളരെ ത്വരിതമായിട്ട് ചെയ്യുന്നുണ്ട്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റി ബുക്കുകളുടെ അച്ചടിയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. പുതിയ അധ്യയന വർഷത്തിൽ മാറ്റമില്ലാത്ത 2, 4, 6, 8, 10 ക്ലാസുകളിലെ പുസ്തകങ്ങൾ പൂർണ്ണമായും അച്ചടിച്ച് വിതരണം ചെയ്തു. പാഠപുസ്തക അച്ചടി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തൊഴിലാളികളുടെ സംഘടനയും ഒപ്പം നിന്നു. ന്യൂസ് 18, കൊച്ചി. കണ്ണൂരിലെ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM നേതാവിനെ ചോദ്യം ചെയ്ത് പോലീസ്. കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയാണ് ചോദ്യം ചെയ്തത്. രാധാകൃഷ്ണനെ കൂടാതെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് നടപടി. ന്യൂസ് 18 ഫോളോ അപ്പ്. ആലപ്പുഴയിലെ CPM-നുള്ളിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന വധശ്രമ കേസിലാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. പട്ടണക്കാട് SHO സനലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളമാണ് CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിനെയും ചോദ്യം ചെയ്തത്. വ്യവസായിയായ അഭിഷേകിനെ കഴിഞ്ഞ 11-ന് പുലർച്ചെയാണ് കണിച്ചുകുളങ്ങര ഭാഗത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി തോക്കുപയോഗിച്ച് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ മുഖ്യപ്രതിയായ അനൂപും മനോജുമായി CPM നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു എന്ന ഫോൺ രേഖകൾ പോലീസിന് ലഭ്യമായിരുന്നു. മാത്രമല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ ജോലികളുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് ആലപ്പുഴയിലെത്തുന്നത്. അഭിഷേകിനെ ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനുമായി പരിചയപ്പെടുത്തിയത് അനൂപാണെന്നും വ്യവസായി വ്യക്തമാക്കിയിട്ടുണ്ട്.
സാമ്പത്തിക തട്ടിപ്പിൽ പ്രതികൾക്കെതിരെ പരാതിപ്പെട്ടതാണ് അക്രമത്തിന്റെ പിന്നിലെന്ന് അഭിഷേക് പോലീസിന് മൊഴി നൽകി. സാമ്പത്തിക സ്വാധീനം കുറവായ പ്രതികൾ കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കളുടെ ബിനാമികളാണെന്ന ആരോപണം നിലനിൽക്കെയാണ് പാർട്ടി നേതാക്കളെ പോലീസ് ചോദ്യം ചെയ്തത്. സംഭവം വിവാദമായി കത്തിപ്പടരുമ്പോഴും ജില്ലയിലെ CPM നേതൃത്വം മൗനം പാലിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. മംഗളൂരുവിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശി സുജിത്തിനെയാണ് കദ്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി മുറിയിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു എന്നാണ് പരാതി. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, എന്താണ് സംഭവിച്ചത്? പോലീസിന് ലഭിച്ച വിവരം എന്താണ്? രഞ്ജിത്തെ, ഫിസ്റ്റുല രോഗത്തെ തുടർന്ന് മംഗളൂരു നഗരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെയാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതായി പരാതി. മാർച്ച് 13-നാണ് ഇവർ ഈ ആശുപത്രിയിലെത്തിയത്. അതിനുശേഷം മാർച്ച് 16-ന് ആശുപത്രി മുറിയിൽ വെച്ച് ഈ സുജിത്ത്, ഓസ്തുർഗ് സ്വദേശിയായ സുജിത്ത് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ആശുപത്രി മുറിയിൽ വെച്ച് ആണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുകയും നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തത്. ഏതായാലും ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി നിരവധി തവണ പീഡനത്തിന് പിന്നീട് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കദ്രി പോലീസ് ബലാത്സംഗം ഉൾപ്പെടെ കുറ്റം ചുമത്തി ഈ ഹോസ്ദുർഗ് സ്വദേശിയായ സുജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഈ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ യുവതിയെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ഇയാൾ ഒപ്പം കൂടിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് നിരവധി തവണ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതെന്നാണ് പരാതി. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹോസ്ദുർഗ് സ്വദേശി സുജിത്ത് അറസ്റ്റിലായി എന്ന വിവരം പുറത്തുവരുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ഈ പ്രത്യേക പരിപാടി മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. മഴയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കാലവർഷം കടന്നു വരികയാണ്. ജാഗ്രത വേണം, ശ്രദ്ധ വേണം. വെള്ളക്കെട്ടുണ്ടാകും. ഒപ്പം എല്ലാ ആശംസകളും ഈ ദിവസം നേരുകയാണ്. നന്ദി, നമസ്കാരം.